ഈ അവസാന നിമിഷത്തില് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അത് മാത്രം പണിയെടുക്കൂ, പ്രിലിംസ് പാസ്സാകും കേട്ടോ. അത് ഗ്യാരണ്ടിയാണ്. അപ്പം ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുന്നേ ആ ഡേ 1 വീഡിയോ കണ്ടിട്ട് വരണം. എന്ത് പ്രിലിംസിന് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിടാം, അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാവും. ആ ഡേ 1 കണ്ടിട്ട് വന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പഠിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് അഡിക്റ്റ് ആയി മാറുമെന്ന് ഞാൻ ഉറപ്പ് തരാം. പിന്നെ നിങ്ങൾ നിർത്തത്തില്ല, അത്രേ ഉള്ളൂ. അപ്പം തുടങ്ങാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഇത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷ എന്ന് കണ്ട ആരും പേടിക്കേണ്ട, കാരണം ഈ സ്കീമുകൾക്കൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടത് കേട്ടോ. അപ്പൊ അതെ, ഭക്ഷ്യസുരക്ഷ പറയുമ്പോഴേ ആദ്യം ഒരു കാര്യം പറയാം. റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ചോദ്യം. ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത് വർഷമാണ്? 2013. റിപ്പീറ്റഡാ. ഭക്ഷ്യസുരക്ഷാ പദ്ധതി അല്ലെ, ആക്ട് പാസ്സായത് 2013 ആണ്. ഓക്കെ, ഇനി നമുക്കിത് നോക്കിയിട്ട് ഇതിൽ ഏതാന്ന് പറയാം. ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഡബിൾ ഹാപ്പിയാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. നഗരം എന്ന് പറയുമ്പം ഹിന്ദിയിൽ ഷെയർ എന്ന് പറയും അല്ലെ, ഈ ഷെയർമേ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഹിന്ദി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഷഹാരി റോസ്കർ യോജന, കഴിഞ്ഞ ക്ലാസ്സിൽ ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. 1, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാ? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പേടിക്കും, അതൊന്നും കുഴപ്പമില്ല. അതുപോലെ ബിഗിനേഴ്സേ, ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സിലും വരുന്നവരും പിന്നെ ബിഗിനേഴ്സ് ഉണ്ട്, നിങ്ങൾ കമന്റിൽ വന്ന് നിങ്ങളുടെ വിഷമങ്ങളോ ടെൻഷനോ എല്ലാം പറയണം, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടത്. അതേപോലെ കമന്റ്സ് കുറെ വാരിക്കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പം സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന, ഷെഹർ സിറ്റിയിലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ഓക്കെ, അന്നപൂർണ്ണ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ ആണ്. അപ്പം അതുപോലെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും. അന്നപൂർണ്ണ സ്കീം നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ടത് 2000 ലോഞ്ച് ചെയ്തു അല്ലെ. 65 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ആൾക്ക് 10 കിലോ അരി ഫ്രീ ആണ് അല്ലെ, ഫ്രീ ആണ്. അന്നപൂർണ്ണ എന്ന് പറയുമ്പോൾ 2000 ലോഞ്ച് ചെയ്തു, 65 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവർക്ക് 10 കിലോ അരി ഫ്രീ ആണ്. എന്നാൽ അന്ത്യോദയ അന്ന യോജനയോ അതുപോലെ ഇമ്പോർട്ടന്റ് ആയി, ഇതെല്ലാം 50+ ടൈംസ് ചോദിച്ചാൽ നിങ്ങൾക്ക് വരും. ഓക്കെ, 2000 ലോഞ്ച് ചെയ്തു, 35 കിലോ അരിയാണ് അല്ലെ. 35 കിലോ ഫുഡ് ഗ്രെയിൻസ് ആണ് കൊടുക്കുന്നത്. അതിൽ അരിയാണെങ്കിൽ 1 കിലോയ്ക്ക് 3 രൂപയും വീറ്റ് ആണെങ്കിൽ 1 കിലോയ്ക്ക് 2 രൂപയുമാണ്. ഇവിടെ 35 കിലോയാണ് കൊടുക്കുന്നത് അന്ത്യോദയ അന്ന യോജനയ്ക്ക്. പക്ഷേ പൈസയുണ്ട്, കിലോയ്ക്ക് 3 രൂപ റൈസിന്, കിലോയ്ക്ക് 2 രൂപ വീറ്റിന്. ഓക്കെ, ഷഹാരി റോസ്കർ യോജനയാണെങ്കിൽ എന്താ പറഞ്ഞേ, തൊഴിൽ രഹിതർക്ക് അല്ലെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് മാറ്റുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അതിന് വേണ്ടി ഒരു കമ്പാരിസൺ തന്നിട്ടുള്ളതാണിത്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഓക്കെ, അപ്പം ഇത് മൊത്തം കിട്ടിയോ? അന്നപൂർണ്ണ നമുക്ക് എഴുതാം. 65 വയസ്സിൽ മുകളിലുള്ള ആൾക്കാർക്ക് 10 കിലോ ഫുഡ് ഗ്രെയിൻസ് ഫ്രീ. അന്ത്യോദയ അന്ന യോജനയാണെങ്കിൽ 35 കിലോ കൊടുക്കും, പക്ഷേ റൈസിന് 3 രൂപയാണ് കിലോയ്ക്ക്, വീറ്റിന് 2 രൂപയാണ് കിലോയ്ക്ക്. ഓക്കെ, ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. അത്രയും ഇപ്പം മതി, ബാക്കി നമുക്ക് ഇതിലേക്കൊക്കെ വരാം. പയ്യെ പയ്യെ പന തിന്നാവേ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് വന്നു, അവിടെ നിങ്ങൾ ഇത് കുറച്ച് കേട്ടതാ. ഇനി ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത് എവിടെയാണ് അല്ലെ, എവിടെയാണ് സ്വന്തം സ്ഥലം എന്നാണ് ചോദിച്ചത്. രാമേശ്വരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പോ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും സ്ഥലങ്ങൾ ചോദിക്കുന്നത് കോമൺ ആയിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ദ്രൗപദി മുർമു നിലവിലത്തെ പ്രസിഡന്റ് ആണ്. എവിടെയാണ് സ്റ്റേറ്റ്? ഒഡീഷയാണ്. മർമർ ചെയ്താൽ, അതായത് പിറുപിറുത്താൽ ഓടിക്കുമെന്ന് ഓർത്താൽ മതി. ദ്രൗപദി മുർമു ഒഡീഷയും. എന്നാൽ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ ആണ്. ധനമുള്ള ആള് രാജാവുമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വരുമ്പോൾ സമാധാനവും സന്തോഷവും കിട്ടും. ഓക്കെ, പ്രതീക്ഷയും കിട്ടും, അതായത് ക്രാക്ക് ചെയ്യാൻ പറ്റും. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? അപ്പം ഇത് ആ ടൈമിൽ ചോദിച്ചതാ, ഞാൻ മാർക്ക് ചെയ്ത് വിടുവാണ്. അടുത്ത് നോക്കാം, കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ്? കായികം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഓട്ടമാണ്, ഓട്ടം മത്സരമാണ്. അപ്പൊ ഒക്ടോബർ കിട്ടി. ശരി, ഇത് ഒരിക്കലും മറക്കത്തില്ല നിങ്ങൾ കേട്ടോ. അതുപോലെ ഇത് റിപ്പീറ്റഡ് ആണ്, ആദ്യമായിട്ടുള്ളവരുണ്ടല്ലേ, ഇത് റിപ്പീറ്റഡ് നിങ്ങൾക്ക് കിട്ടും. കായിക ദിനം, കായികം ഓട്ടമാണ്. ശരി, ഓടുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നത്? 1, 2, 3. അതിൽ 2 ഇല്ലെന്നേ ഉള്ളൂ, 1ഉം 3. ഒക്ടോബർ 13 ഇപ്പൊ കായിക ദിനം ഒക്ടോബർ 13. ഈ ഒക്ടോബർ 13 ആരുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടാന്നറിയാം? GV രാജയാണ്. നോക്കിക്കേ, ഇപ്പൊ ഒക്ടോബർ 13 GV രാജ. ഓക്കെ, ഒക്ടോബർ 13 GV രാജ. കേരള സ്പോർട്സ് ഡേ ആണ്, ഓട്ടമാണ്. 1, 2, 3 പറഞ്ഞ് ഓടുവാണ്. GV രാജയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ഇത്ര ഓർത്തു വയ്ക്കുമല്ലോ. അതേപോലെ വായനാ ദിനമുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ വായനാ ദിനം ജൂൺ 19 ആണ്. ഓക്കെ, ജൂൺ 19 ആണ്. അത് 1996 മുതലാണ് ആക്കിയത്. ഞാൻ അഡീഷണൽ ആയിട്ട് ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇത് റിലേറ്റഡും ആണ്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ പഠിച്ചിട്ട് പോണേ. TN പണിക്കറാണ് ഫാദർ ഓഫ് കേരള ലൈബ്രറി മൂവ്മെന്റ്. അപ്പൊ ഇത് രണ്ടും പോസ് ചെയ്ത് പഠിച്ചിട്ട് പോവാം. സ്പോർട്സ് GV രാജ, വായനാ ദിനം
ജൂൺ 19 PN പണിക്കർ. വായിച്ചിട്ടേ പോകാവൂ. ശരി, അടുത്ത ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എപ്പോഴാ? റിപ്പീറ്റഡ് ചോദ്യം, 1931, 32. ഓക്കെ, വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ആരാ വോളണ്ടിയർ ക്യാപ്റ്റൻ? AKG ആണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. പാവങ്ങളുടെ പടത്തലവൻ. റിപ്പീറ്റഡ് ചോദ്യം, ആരാ? AKG. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. TK മാധവനോ? പാലിയം സത്യാഗ്രഹം ഉണ്ടായിരുന്നു. സോറി, നമ്മുടെ വൈക്കം സത്യാഗ്രഹം. ഓക്കെ, പാലിയം അല്ല, വൈക്കം സത്യാഗ്രഹം. അപ്പം വൈക്കം സത്യാഗ്രഹം 1924 TK മാധവനാണ്. അത് റെഡിയല്ലേ? ഓക്കെ ആണല്ലോ. ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആണ് K കേളപ്പൻ. നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് AKG. സെക്രട്ടറി ആണ് മന്നത്ത് പത്മനാഭൻ. ഇത് മറക്കരുത്. ഗുരുവായൂർ സത്യാഗ്രഹം റിപ്പീറ്റഡ് ചോദ്യം, 1931. ഓക്കെ, ശരി. പ്രസിഡന്റ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് K കേളപ്പൻ. സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. ഓക്കെ ആണല്ലോ. വൈക്കം സത്യാഗ്രഹം TK മാധവൻ 1924. റിപ്പീറ്റഡ് ആണ്. ഇനി നോക്കിക്കേ, വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വാസുദേവൻ നമ്പൂതിരി. നിങ്ങൾക്ക് ആർട്സ് അധികം പഠിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, അല്ലെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കത്തില്ലായിരിക്കും. പക്ഷെ ഇതൊന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. ഇതാണ് വരയുടെ പരമശിവൻ എന്ന് ഇദ്ദേഹത്തെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനം? ജൂൺ 19 വായനാ ദിനം PN പണിക്കർ ആയിരുന്നു അല്ലെ? 1996. ഇത് പറയുമ്പോൾ സ്പോർട്സ് ഡേ പെട്ടെന്ന് റീകളക്ട് ചെയ്തേ. സ്പോർട്സ് ഡേ എപ്പോഴാ? ഓട്ടമാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. 1, 2, 3. ഇത് 2 ഇല്ല, 3 ആണ് അല്ലെ? GV രാജയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. വായനാ ദിനം ജൂൺ 19, 1996. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെക്കണേ. പ്രിലിംസ് സൂപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. മടിയനായിട്ട് ലാസ്റ്റിൽ എല്ലാവരും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വന്നേക്കും അല്ലയോ? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരം? അപ്പം സാധുജന പരിപാലന സംഘം 100+ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിതമായത്. അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത്. ഓക്കെ, ഈ സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചത്. അത് പിന്നീട് വളർന്നു വലുതായി പുലയ മഹാസഭയായി മാറി. റിപ്പീറ്റഡ് ചോദ്യം, പുലയ മഹാസഭയായി മാറി 1938. ഇത് പഠിച്ചോണേ കേട്ടോ. അയ്യങ്കാളി. റെഡി? ഈ അയ്യങ്കാളിയുടെ വേറൊരു ചോദ്യം കൂടെ നമ്മൾ പറഞ്ഞു. വില്ലുവണ്ടി യാത്ര. 1893 വില്ലുവണ്ടി യാത്ര നടത്തിയത്. റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. ഇനി കുമാര ഗുരുദേവനെ കണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS. അത് 1909. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തെറ്റി 1919 പറഞ്ഞതെന്ന് എനിക്കൊരു തോന്നലുണ്ട്, തിരുത്തണേ. കുമാര ഗുരുദേവൻ എന്ന് പറയുന്ന ആളാണ് പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു 1909. ഇത്ര ഓക്കെ ആണല്ലോ. ഇത് ഇത്രയൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണേ. ഇനി ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, ഓർത്ത് വെച്ചോണേ. ആ മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം. ഇത്രയും റെഡി? ഓക്കെ, അടുത്തതിലോട്ട് നമ്മൾ പോകുവാണ്. കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? പഴശ്ശിരാജയെ. 2-3 കാര്യങ്ങൾ പഠിച്ചോണം. 2022 PSCക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു പ്രിലിംസിൽ പഴശ്ശിരാജ. ഒത്തിരി തവണ ചോദിച്ചു, അതുകൊണ്ട് ഞാൻ പറയുക. പഴശ്ശി കലാപങ്ങൾ 2 ഫേസ് ആയിട്ടാ. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയാണ്. ഓക്കെ, അത് തെറ്റായ നികുതി നയം കാരണമാണ്. രണ്ടാമത്തെ പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ്. ഓക്കെ, ഇത് വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ തുടർന്നുണ്ടായിട്ടുള്ള കലാപമാണ്. അപ്പൊ ഒന്നാം പഴശ്ശി കലാപം 93-97, രണ്ടാമത്തേത് 1800, 1805. അപ്പോഴേ ഇപ്പൊ വേണമെങ്കിലും തോന്നുന്നു ഇത്രയും പഠിക്കാനുണ്ടോന്ന്. നിങ്ങൾ ഇത്രയും പഠിച്ച് റിലേറ്റഡ് പഠിച്ച് പോയാൽ തന്നെ നിങ്ങൾ പ്രിലിംസ് പാസ്സാവും കേട്ടോ. ഉറപ്പായിട്ടും അത് പാസ്സാവും. പിന്നെ 28-ന് എക്സാം ഉള്ളവർക്ക് പ്രയോറിറ്റി ഉണ്ടോ, രക്ഷയുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറെ കമന്റ്സ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തുടങ്ങിയത്, നേരത്തെ തുടങ്ങിയത്. ഇത് എന്റെ നേരത്തെയാ, 7 ദിവസം നേരത്തെ, ഇത്രയും നേരത്തെ തുടങ്ങിയത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പ്രിലിംസ് എല്ലാം കൂടെ വെച്ചൊരു മാരത്തോണും കൂടെ തരുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരാൻ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു കേട്ടോ. ശരി, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ വെച്ച് പഠിച്ചോണേ. ഇനി വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം 1809, 100 തവണ കൂടുതൽ ചോദിച്ചതാ. ഞാനിത് PYQ ആണെന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നല്ല. പുത്തനായിട്ട് വരുന്നവരെയും നിങ്ങളെ എനിക്ക് ഒരുപോലെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ പറയുന്ന പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാ. ഇത് ഈ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. പ്രിലിംസിലെല്ലാം റിലേറ്റഡ് ആണ് എന്നിപ്പോ മനസ്സിലാകുന്നുണ്ടല്ലോ. വെറും 2ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ് വന്നില്ലേ? അത്രേ ഉള്ളൂ. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്ത് പേര് അറിയപ്പെടും? റാഡ്ക്ലിഫ് രേഖയാണ് അല്ലെ? മക്മോഹൻ രേഖയോ? ഇന്ത്യ ചൈന.
ഇന്ത്യ, ചൈന. ഡ്യൂറന്റ് രേഖയോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അല്ലെ? ശരി. എന്നാൽ 2022 PSC എല്ലാരെയും ഒന്ന് കുഴപ്പിച്ചൊരു സമയമുണ്ട്. ഈ ഡ്യൂറന്റ് രേഖ എന്ന് പറയുമ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഉള്ള അതിർത്തി രേഖയ്ക്കും ഡ്യൂറന്റ് രേഖ എന്ന് പറയും. അതുകൊണ്ട് അതും പഠിച്ചു വെച്ചോണം. ഇതൊരു പടം ഉണ്ടായിരുന്നെങ്കിൽ പഠിക്കാൻ എളുപ്പമായിരുന്നു അല്ലെ? എന്നാ പടം വന്നിട്ടുണ്ട്, മനസ്സിലായോ? ഒരു ഇതിട്ടതാ. എന്തായാലും യൂസ്ഫുൾ ആകട്ടെ. ഈ റാഡ്ക്ലിഫ് പാർട്ടീഷൻ കണ്ടോ? ഇന്ത്യയും പാകിസ്ഥാനുമാണ്. കണ്ടോ? ഇന്ത്യയും പാകിസ്ഥാന്റെ അതിർത്തി രേഖ റാഡ്ക്ലിഫ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ എന്തിനാ തന്നേന്ന്? എന്താ അറിയാം, നേരത്തെ ഇന്ത്യ പാർട്ടീഷൻ ആയപ്പം ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വെസ്റ്റ് പാകിസ്ഥാൻ എന്നുമായിട്ടാണ് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഇന്ത്യയിൽ നിന്ന് മാറ്റിയത്. അപ്പൊ ഈ അതിർത്തി രേഖയ്ക്ക് എന്ത് പറയും? റാഡ്ക്ലിഫ് രേഖ. അത് ഇന്ത്യയും പാകിസ്ഥാനുമാണ്. റാഡ്ക്ലിഫ്, ഇന്ത്യയും പാകിസ്ഥാനും റാഡ്ക്ലിഫ്, ഇന്ത്യയും പാകിസ്ഥാനും റാഡ്ക്ലിഫ്, ഇന്ത്യയും പാകിസ്ഥാനും റാഡ്ക്ലിഫ്. ഇന്ത്യയും ചൈനയുമായിട്ട് നോക്കുമ്പോഴാണ് മക്മോഹൻ രേഖ വരുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കൂടെ നോക്കുമ്പോഴാണ് ഡ്യൂറന്റ് രേഖ വരുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഭയങ്കര അടിയ, ഭയങ്കര ദുരന്തമാണ് അവിടെ ആക്ച്വലി. ഓക്കെ, അപ്പൊ ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. അതേപോലെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടേതും ഡ്യൂറന്റ് രേഖയാണെന്ന് മറക്കല്ല്. 2022-23 അത് ചോദിച്ചു. നല്ല പാടായിട്ട് തോന്നി എല്ലാവർക്കും. പുത്തനായിരുന്നു, എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ അത് ഇതോടുകൂടി പഠിച്ചോണം. ഓക്കെ, അപ്പോ നമുക്ക് അടുത്തയിലോട്ട്. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് ഓർമ്മയുണ്ടോ? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന അല്ലെ ഇന്ത്യ അതിർത്തി ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഏത് രാജ്യമായിട്ടാ? ബംഗ്ലാദേശ്. ഇന്ത്യ അതിർത്തി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഏത് രാജ്യമായിട്ടാ? അഫ്ഗാനിസ്ഥാൻ. ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാ? ചൈന. ഇത്രയും കിട്ടിയല്ലോ, റിവിഷനും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം പവറിൽ മുന്നോട്ട് പഠിച്ചു പോണേ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ ദ്വീപ് 100+ ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഓക്കെ അല്ലേ? ശരി. ആൻഡമാൻ നിക്കോബാർ ബേ ഓഫ് ബംഗാളിലാണ്, റിപ്പീറ്റഡ് ആണ്, ബേ ഓഫ് ബംഗാളിലാണ്. ലക്ഷദ്വീപ് ആണെങ്കിൽ അറബിക്കടൽ, അറേബ്യൻ സീലുമാണ്. ഓക്കെ, ശരി. ഇനി അടുത്തത് സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിന് പറയുന്ന പേരെന്താണ്? ഇത് നോക്കിയേ, സമതലം, പ്ലെയിന്. ഇന്ത്യയെ ജോഗ്രഫിക്കലി, അതായത് നമ്മുടെ കേരള ജോഗ്രഫി എന്ന് പറഞ്ഞൊരു മാരത്തോൺ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഞാൻ ചെറുതാക്കി പറയാൻ നോക്കട്ടെ. ഇന്ത്യയിലത്തെ നോർത്തേൺ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഇന്ത്യ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ ഒരു ഭാഗമാണ് നോർത്തേൺ പ്ലെയിൻ, ഉത്തര മഹാസമതലം. അതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഭാബർ, ടെറായി, ഭാങ്കർ, ഖാദർ. ഓക്കെ, ഭാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തര മഹാസമുദ്രത്തിലെ ഉരുളക്കല്ലുകളാണ്. ഇവിടെ നദികളൊക്കെ അപ്രതീക്ഷിതമാവും, കാരണം കല്ലുകളുടെ അടി കൂടെയാണ് ഒഴുകുന്നത്. അപ്പൊ ഉത്തര മഹാസമുദ്രത്തില് ബാബർ എന്ന് പറയുന്ന പ്രദേശം എന്തുവാ? നദികള് കല്ലിന്റെ അടിയിൽ കൂടെ ഒഴുകുന്ന ഭാഗമാണ്. ഓക്കെ, അതൊന്ന് ചോദിക്കുന്നത് കേട്ടോ. അടുത്ത ടെറായി ഉണ്ട്. നദികൾ റീഅപ്പിയർ ചെയ്യുന്നിടവുമാണ്, മാർഷി പ്ലേസ് ആണ്. ഓക്കെ, മാർഷി പ്ലേസ് ആണ്. നമ്മുടെ ഈ കണ്ടങ്ങളൊക്കെ ഇല്ലേ, ചെളിയൊക്കെ ആയി കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ, അതാണ് ടെറായി. ഓക്കെ, ടെറായി. ശരി. എന്നാൽ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒന്ന് ചോദ്യം കണ്ടോ, എന്തായിരുന്നു? സമതലങ്ങളിൽ പുതുതായിട്ട് നിക്ഷേപിക്കപ്പെട്ടത്. പുത്തനായിട്ട് കതറിട്ടു, പുത്തൻ കാറെടുത്തു എന്ന് ഓർത്താലും മതി. പുത്തനായിട്ടുള്ള സോയിലാണ് ഖാദർ. ഓക്കെ, പുത്തനായിട്ടുള്ളതാണ് ഖാദർ. പുത്തൻ കാറ്, പുത്തൻ കതർ, പുത്തൻ കാറ്, പുത്തൻ കതർ ഓർത്തോണം. ഇനി പഴയ എക്കൽ മണ്ണാണെന്നുണ്ടെങ്കിൽ ബംഗാറാണ്. പഴയ ബംഗ്ലാവ് എന്ന് ഓർത്താൽ മതി. ഇപ്പൊ പുത്തൻ ബംഗ്ലാവ് പണിയുമായിരുന്നു, പഴയതാണ് ബംഗ്ലാവ്. നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഇത്ര ഓർത്തോണം. ഇതേപോലെ ടെറായി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചതുപ്പ് നിലമാണ് ഈ നോർത്തേൺ പ്ലെയിനിൽ, ഉത്തര മഹാസമുദ്രത്തിലെ ചതുപ്പ് നിലം. ഈ കൂട്ടത്തിൽ ഏതാന്ന് ചോദിക്കുമ്പം അത് ടെറായി ആണ്. ഉത്തര മഹാസമുദ്രത്തില് നദികൾ അപ്രതീക്ഷിതമാകുന്ന ഉരുളൻകല്ലുകളുള്ള കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലം ഏതാന്ന് ചോദിക്കുന്നതാണ് ബാബർ കേട്ടോ. ഇത് 4 എണ്ണത്തിൽ നിന്ന് ഏത് വന്നാലും നിങ്ങൾ എഴുതും. ഓക്കെ, ശരി. അപ്പൊ അതേണ്ട ഇവിടെ പുതുതായിട്ടുള്ളത് ഏതാ? പുത്തനായിട്ടുള്ളത് കതറാണ്, കാറാണ്. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ആണ്. എന്നാൽ ഓൾഡ് ആണെന്നുണ്ടെങ്കിൽ ഏതായിരുന്നു? നമ്മുടെ ബാങ്ങറാണ് അല്ലെ? ഇത് ഓൾഡ് ആണ്. ഹാങ്ങർ ഒന്നും ഇതൊന്നും ഇല്ല. ധാതുക്കളുടെ കലവറ, ഉപദ്വീപ്യ പീഠഭൂമിയാണ്. അത് ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയല്ലോ. ഈ ഉത്തര മഹാസമുദ്രം കണ്ടോ? ഉത്തര മഹാസമുദ്രത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ബാബർ, ടെറായി, ഖാദർ, ബംഗർ അല്ലെ? ബാബർ ഓർമ്മയുണ്ടല്ലോ, ഉരുളങ്കല്ല്. ടെറായി ഉണ്ടല്ലോ, ടെറായി ചേറായി, ചേറുള്ള സ്ഥലമാണ്. ഓക്കെ, പിന്നെ ഖാദർ ഉണ്ട്, പുത്തനായിട്ടുള്ളത്, അലൂവിയൽ സോയിൽ. പുത്തൻ ഖദർ, പുത്തൻ കാർ എന്ന് നമ്മൾ പറഞ്ഞില്ല, അത്. ബാങ്ങർ ഉണ്ട്, പഴയ അലൂവിയൽ സോയിൽ. ഇത്ര ഓർത്ത് വെച്ചോണേ. ഈ പടവും പഠിച്ചോണം. പിന്നെ ഇതിന്റെ സ്ലൈഡ്സ് എല്ലാം നിങ്ങൾക്ക് തരാം. അത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ അടിപൊളി ഗ്രൂപ്പിൽ 10-30 ഡെയിലി ക്വിസുകൾ നടക്കും. 10th പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടാണ്. നിങ്ങൾ വന്നാൽ മതി, ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. പുത്തനായിട്ടുള്ളവരൊക്കെ ജോയിൻ ചെയ്താൽ കേട്ടോ.
അടിപൊളി ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും സ്റ്റുഡൻസ് ഷെയർ ചെയ്യും, പിന്നെ ക്വിസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റും, സൂപ്പർ ആകാം. ഇനി ഭൂമിയിലെ, അതിനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം ഏതാണ്? ഊർജ്ജത്തിന്റെ ഉറവിടം എന്താ? ഇപ്പൊ ഒരു കുഞ്ഞു ചോദ്യമായിട്ട് ഓർത്താൽ മതി, അത് സൂര്യനാണ് അല്ലെ. ഇനി ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാ? കൊച്ചി. വാട്ടർ മെട്രോ കൊച്ചിയാണ് അല്ലെ. എന്നാലേ ഏറ്റവും വലിയ മെട്രോ ശൃംഖല എവിടെയാണെന്നുള്ളത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു? അത് ഡൽഹി ആയിരുന്നു, അത് മറക്കരുത്. അതേപോലെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഒരു ചോദ്യം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ട്രെയിൻ 18 എന്നാണ് ആദ്യത്തെ കോഡ് നെയിം. പിന്നെ വന്ദേ ഭാരത് ആദ്യം ഏതൊക്കെ സ്ഥലങ്ങളെ കണക്ട് ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത്, അതും റിപ്പീറ്റഡ് ആണ്. വന്ദേ ഭാരതിന്റെ എന്ത് പറയാൻ പറ്റും? ന്യൂ ആയിട്ട് ഒരു ഐഡിയ കിട്ടി, കാശ് വാരാൻ എന്ന് നമ്മൾ കണക്ട് ചെയ്ത്, ന്യൂഡൽഹി വാരണാസി വന്ദേ ഭാരത് കേട്ടോ, കണക്ട് ചെയ്ത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ട് വന്നെങ്കിൽ നിങ്ങൾ ഈ റിവിഷനോടെ കിട്ടിയാൽ നിങ്ങൾ ഇത് അഡിക്റ്റ് ആവും, ഇങ്ങനെ പഠിക്കേണ്ടതെന്നും ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് മനസ്സിലാവും. ഇത് തന്നെ ആദ്യമായിട്ട് ക്ലാസ് വന്ന് കാണുന്നവരുണ്ടെങ്കിൽ പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഓവർ കണ്ടന്റ്സ് പറയുന്നതായിട്ട് തോന്നും കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ്. ഓക്കെ അല്ലേ? ശരി. അടുത്ത, ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ GDP ആണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ചോദ്യമുണ്ട്, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നമുക്ക് 3 സെക്ടേഴ്സേ ഉള്ളൂ, മേഖലകൾ 3 ഉള്ളൂ നമുക്ക്. ഏതൊക്കെയാ? പ്രൈമറി സെക്ടർ, ഒന്നാമത്തേതാണ് പ്രൈമറി സെക്ടർ, കാർഷിക മേഖല. രണ്ടാമത്തേതാണ് വ്യവസായ മേഖല. ഓക്കെ, അതായത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. ഇതിലെ പ്രൈമറി സെക്ടർ ആണ് കാർഷിക മേഖല, സെക്കൻഡറി സെക്ടർ ആണ് വ്യവസായ മേഖല, ടെർഷ്യറി ആണ് സേവന മേഖല. ഇത് 3 GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ 2023 ഡിഗ്രി ലെവലും 12ലും ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ എന്ത് പ്രിലിംസിന്, PSC അല്ലേ, എന്തും ചെയ്യും. അതായത് GDP-യിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ ആരാ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ടെർഷ്യറി സെക്ടർ ആണ് റാങ്ക് 1. ഏറ്റവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സെക്ടർ ആണ്, അതായത് വ്യവസായ മേഖല. മൂന്നാമത്തതാണ് അഗ്രികൾച്ചർ ഒക്കെ വരുന്ന പ്രൈമറി സെക്ടർ. GDP-യിൽ ഏറ്റവും കൂടുതൽ വിഹിതം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടേഴ്സ് ചോദിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പലയിടത്തും തപ്പി നടന്നിട്ടുണ്ട്, ഇത് ഇന്നാ വെച്ചോ, ഇനിയുള്ള എക്സാമുകൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അതേപോലെ തൊഴിൽ ലഭ്യത, നിങ്ങൾ PYQ കണ്ടവരുണ്ടെങ്കിൽ എല്ലാവരും കുടുക്കി അടുത്തൊരു ചോദ്യമാണ്, GDP-യിലെ അല്ലപ്പോട്ടെ ഈ 3 സെക്ടേഴ്സിലെ തൊഴിൽ ലഭ്യത. പ്രൈമറി സെക്ടറിൽ 45%, സെക്കൻഡറിയിൽ 24%, ടെർഷ്യറിയിൽ 31%. ഈ റൗണ്ട് ഫിഗർ അതേപോലെ ഒരിക്കലും പഠിക്കണ്ട, കാരണം ഇത് ഓരോ വർഷവും മാറും. പക്ഷേ 1 or 2 മാക്സിമം മാറത്തുള്ളൂ. അതായത് ഇതൊരു 50 റേഞ്ചിൽ കിടക്കുമെന്നും ഇതൊരു 20 റേഞ്ചിൽ കിടക്കുമെന്നും ഇതൊരു 15 റേഞ്ചിൽ കിടക്കുമെന്നും ഓർത്തോണം. മനസ്സിലായോ? അത്ര ഓർത്താൽ മതി, വേറെ ഒന്നുമില്ല. ഇത് കഷ്ടപ്പാടല്ല, ബൈഹാർട്ട് ചെയ്യണ്ട. അടുത്ത ക്ലാസ്സിൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ പഠിച്ചോളും കേട്ടോ. ഓക്കെ, നോക്കിക്കേ, ഹാപ്പിനെസ് ഇൻഡെക്സ് ഇല്ലേ, മാനവ സന്തോഷ സൂചിക, വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഈ സന്തോഷം വികസിപ്പിക്കാനാണ് ഒരു രാജ്യം അത് കണ്ടുപിടിച്ചത്. അതായത് സന്തോഷം കൂട്ടാനാണ് ഒരു രാജ്യം അത് കണ്ടുപിടിച്ചത്. സന്തോഷം കൂട്ടാനാണ് കേട്ടോ. ഓക്കെ, ഭൂട്ടാനാണ്. വികസിപ്പിച്ച രാജ്യം ചോദിക്കും, ഭൂട്ടാനാണ്. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഫിൻലാൻഡ് പോയി കാണും. ഞാനും ഫിൻലാൻഡ് ഇപ്പൊ പറഞ്ഞേനെ, അതുകൊണ്ട് പറയുക, ഫിൻലാൻഡ് ആണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാമത്തെ റാങ്ക് ഉള്ളത്. ഇന്ത്യയുടെ എനിക്കൊന്ന് 126 ആണെന്ന് തോന്നുന്നു. 146 രാജ്യങ്ങളിൽ അത്രയും ഉണ്ട് കേട്ടോ. ശരി. അപ്പൊ റാങ്ക് 1 ഫിൻലാൻഡ് ആണ്. എന്നാൽ ഹാപ്പിനെസ് ഇൻഡെക്സ് വികസിപ്പിച്ചത് കൂട്ടാൻ വേണ്ടി ഭൂട്ടാനാണ് വികസിപ്പിച്ചെടുത്ത രാജ്യം. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെച്ചോണം, ചോദിക്കും. ഇന്ത്യ ഓപ്ഷനേക്ക് കിടക്കുന്നു, നിങ്ങൾ എന്തായാലും അത് ക്ലിക്ക് ചെയ്തില്ലല്ലോ. അപ്പം ഇത് ഓർത്ത് വെച്ചോളൂല്ലോ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി സഹകരണ ബാങ്കുകളുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ സഹകരണ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അമൂല് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒന്ന് ഓർത്തെടുത്തോണേ. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? എന്താ? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? മനുഷ്യന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ രംഗപ്രവേശനം നടത്തി രംഗനാഥ മിശ്ര എന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും. രംഗപ്രവേശനം നടത്തി രംഗനാഥ മിശ്ര നിലവിലെ പുത്തൻ ആളാണ്. ഞാൻ ആ പുത്തൻ ആളെ നിങ്ങൾക്ക് വേണ്ടി തപ്പി വെച്ചിട്ടുണ്ട്. വിജയ ഭാരതി സൈനി. ഓക്കെ, നിലവിലത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ചോദിക്കും. അത് 200 തവണ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ വിജയ ഭാരതി സൈനി. ഓക്കെ, വിജയ ഭാരതി സൈനി. ഓക്കെ, വിജയ ഭാരതി സൈനി. ഇത് നിങ്ങൾ നിലവിലെ എന്ന് പറഞ്ഞ് 2026 കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. മനസ്സിലായോ? നിലവിലത്തേത് എന്ത് പോസ്റ്റുകൾ ഏത് ക്ലാസ്സിൽ ഏത് റാങ്ക് ഫയലിൽ എവിടെ വന്നാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണേ കേട്ടോ. അപ്പം ആദ്യത്തേത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രംഗനാഥ മിശ്ര.
മനുഷ്യന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ രംഗപ്രവേശനം നടത്തി. നിലവിലെത്തിയത് വിജയഭാരതി സൈനി. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള വിവരാവകാശം ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ കുറവാണ്. അടുത്തത് മൗലിക ചുമതലകൾ. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണയോട് കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലാണ് എന്ന് ചോദിച്ചത്? 42ാം ഭേദഗതിയിലാണ്. 42ാമത്തെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തു. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തണം. അതേപോലെ പ്രിയാമ്പിൾ, നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് 42ാമത്തെ. ആമുഖം ഭേദഗതി ചെയ്തത് 42ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത് 42ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42. ഇനി 44 എന്തുവായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും എടുത്തു മാറ്റി, അല്ലെ? അത് നമ്മുടെ മൗലിക അവകാശത്തിൽ നിന്നും മാറ്റി ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. അത് ആർട്ടിക്കിൾ 300A കൊണ്ടിട്ടു, മറക്കരുത്. അതേപോലെ ഇനിയുള്ളത് 61, വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആയിട്ട് കുറച്ചു എന്നുള്ളത് ഓർത്തു വെച്ചോണം. ഇനി കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വേറൊന്നുണ്ടായിരുന്നു, 86ാമത്തെ ഭേദഗതി ആർട്ടിക്കിൾ 21A കൊണ്ടുവന്നില്ലേ? 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധ സൗജന്യമായ വിദ്യാഭ്യാസം. ഇത്രയും പഠിച്ച് റിവൈസ് ചെയ്ത് വെച്ചോണേ. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് എന്തിനാ? സ്വത്തവകാശത്തെയാണ്, അല്ലെ? അത് എന്നിട്ട് ലീഗൽ റൈറ്റ് ആക്കി. മൗലിക അവകാശമല്ല, നിയമാവകാശമാണ്. ലീഗൽ റൈറ്റ് ആക്കി ആർട്ടിക്കിൾ 300A കൊണ്ടിട്ടു എന്നുള്ളത് മറക്കരുത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വരും എന്ന് നാം കാണുന്നു എന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഫ്ലാഗ് കോഡ് PSC പ്രിലിംസിന് കുറെ ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. ഫ്ലാഗ് കോഡ്. ഓക്കെ, അപ്പം ഫ്ലാഗ് കോഡ്, അതായത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് മോഡിഫൈ ചെയ്ത് കൊണ്ട് കിടക്കാൻ പറ്റൂ? ഇല്ല. ചേട്ടാ വേറെ ഫ്ലാഗ് ഉണ്ടോ ഇന്ത്യയുടെ എന്ന് ചോദിച്ചുള്ള കുറച്ച് പണ്ട് കോമഡികളൊക്കെ പറയത്തില്ലായിരുന്നു. പറ്റത്തില്ല. അതിനാണ് ഫ്ലാഗ് കോഡ് കൊണ്ടുവന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ ഫ്ലാഗ് കോഡ് ഏത് വർഷം? റിപ്പീറ്റഡ് ചോദ്യം, 2002. ഇനി ഫ്ലാഗ് ഏത് റേഷ്യോയിലെ ഉണ്ടാക്കാൻ പറ്റൂ? നീളവും വീതിയും 3:2. റിപ്പീറ്റഡ് ചോദ്യമാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പം നീളവും വീതിയും, ലെങ്ത്തും ബ്രെഡ്ത്തും. വീതിയും നീളവും PSC തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2:3 എഴുതണം. മനസ്സിലായോ? നീളവും വീതിയും 3:2. വീതി നീളം ചോദിച്ചാൽ തിരിച്ചിടാൻ മറക്കരുത്. ഓക്കെ, ശരി. ഇവിടെ ഈ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇനി 2022 PSC ചോദിച്ചാണ് പിംഗലി വെങ്കയ്യ ഏത് നാട്ടുകാരനാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ, എന്നാൽ ഫ്ലാഗ് ഇന്ത്യ അംഗീകരിച്ചത് ഏത് വർഷമാണ്? 1947 ജൂലൈ 22. റിപ്പീറ്റഡ് ചോദ്യം. ഇത്ര നിങ്ങൾ പഠിച്ചിട്ട് പോണേ കേട്ടോ, ഓർത്ത് വെച്ചോളൂല്ലോ. ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ ഇതേ പേരുകളെ വെച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഏത് വർഷമാ? 2008. അതൊക്കെ അല്ലേ? ദേശീയ ജലജീവിയൊപ്പം ഗംഗ ഡോൾഫിൻ ആണ്. അത് 2009, അല്ലെ? പൈതൃക മൃഗം നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആന, അത് 2010. ഇത്ര ഓർത്ത് വെക്കണേ. ചോദിക്കും, പ്രിലിംസിൽ ചോദിക്കാവുന്ന ബേസ് കവർ ചെയ്യുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഏരിയ കേട്ടോ. ഇനി ജനഗണമനയെ, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു ടാഗോർ ആണ്, അല്ലെ? അത് മാത്രമല്ല, ജനഗണമനയുടെ ഇന്നലെ പറഞ്ഞത് 52 സെക്കൻഡ് ആണ് ഫുൾ ലെങ്ത്. എന്നാൽ കണ്ടൻസ്ഡ് ആയിട്ട് പാടി തീർക്കാൻ പറ്റുന്നത് 20 സെക്കൻഡിലാണ്. ഇതെല്ലാം PYQ. അപ്പൊ ജനഗണമനയുടെ ഇത്ര ഓക്കെ അല്ലേ? ശരി. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്, ഓർത്തു വെച്ചോ, റിപ്പീറ്റഡ് ആണ്. നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും ഇന്ത്യ അംഗീകരിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 24. ഓക്കെ, 24 നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും അംഗീകരിച്ചത്. 1950 ജനുവരി 24. എന്നാൽ ജനുവരി 26 എന്താണെന്നറിയാം? നാഷണൽ സിംബൽ, നമ്മുടെ ദേശീയ മുദ്രയില്ലേ, അത് അംഗീകരിച്ചത് ജനുവരി 26. ഓക്കെ, സിംബൽ റിപ്പീറ്റഡ് ചോദ്യമാണ്. പിന്നെ ഫ്ലാഗ്, നമ്മുടെ ഫ്ലാഗ് കോഡ് പറഞ്ഞില്ലേ 2002. അതിലെ ഫ്ലാഗ് അംഗീകരിച്ചത് ഏത് വർഷമാണ്? 1947 ജൂലൈ. റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 22. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഫ്ലാഗ് കോഡ് ആണെങ്കിൽ 2002. പിന്നെ റേഷ്യോ 3:2 ആണ്. പിംഗലി വെങ്കയ്യ ഡിസൈൻ ചെയ്തു. അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. ഇത്രയും റിപ്പീറ്റഡാ. ഓക്കെ, നാഷണൽ ആന്തവും സോങ്ങും ജനുവരി 24. നാഷണൽ സിംബൽ ജനുവരി 26. ഇനി 1949 നവംബർ 26 ഉണ്ട്. അത് ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസവുമാണ്. അതേപോലെ പ്രിയാമ്പിൾ, നമ്മുടെ ആമുഖത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏക തീയതിയും ഇതാണ്. റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം എന്താണ്? ഓക്കെ, 3:2 ആണ്. ഫ്ലാഗ് കോഡ് 2002. ഡിസൈൻ ചെയ്തത് പിംഗലി വെങ്കയ്യ. ഓക്കെ,
ഇനി PSC ചോദിച്ച വേറെ ചോദ്യം കൂടെ പറഞ്ഞു തരാം, കാരണം നമ്മൾ ഇത്രയും പഠിച്ച് തറവായല്ലോ, ഓവർലോഡ് ആകത്തില്ല. അതായത് VIP വിമാനങ്ങളിലെ VIP പ്ലെയിനുകളിലൊക്കെ ഏതളവിലുള്ളതാ ഉപയോഗിക്കുന്നതെന്ന് PSC ചോദിച്ചു. ടഫ് ആയിരുന്നു, ഒത്തിരി പേർക്ക് അറിയത്തില്ലായിരുന്നു. 450:300 എന്നുള്ള റേഷ്യോയിലായിരുന്നു അത് ഉള്ളത്. പിന്നെ ഏറ്റവും സ്മോളസ്റ്റ് ഫ്ലാഗിന്റെ സൈസ് ഫ്ലാഗ് കോഡ് പ്രകാരം ഏതാണെന്ന് PSC ചോദിച്ചു. 150 ലെങ്തും ബ്രെഡ്ത്തും ആണ് ഈ പറയുന്നത്, ഈസ്റ്റും അല്ല കേട്ടോ, അത് തെറ്റിപ്പോയി പറഞ്ഞത്. 150 100 എന്നുള്ളത് ഓർത്ത് വെച്ചോണം. ഏറ്റവും സ്മോളസ്റ്റ് സൈസ് 150 100. VIP പ്ലെയിനിലുള്ളത് 450 300 ആണ് കേട്ടോ. ഇത് വെട്ടിക്കളയുമ്പോൾ 3:2 വരും. ഇത്രയും സൂപ്പറായിട്ട് കിട്ടിയിട്ടില്ലേ? ഓക്കെ. വന്ദേ മാതരം, അപ്പോഴേ ഇവിടെ നിർത്തി നമ്മൾ റിവൈസ് ചെയ്യണം. വന്ദേ മാതരം എന്നുള്ളത് ഇന്ത്യ അംഗീകരിച്ചത് എപ്പോഴാ? 1950 ജനുവരി 24. അപ്പൊ തന്നെയാണ് നമ്മുടെ ജനഗണമനയും അംഗീകരിച്ചത്. ഓക്കെ. ഈ വന്ദേ മാതരം 65 സെക്കൻഡ് എടുക്കുമെന്ന് ഓർത്തോണം. ബങ്കിംചന്ദ്ര ചാറ്റർജിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തോണം. ഇതൊന്നും കളയരുത്, റിപ്പീറ്റഡ്. പ്രിലിംസ് ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടത്? ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ടുള്ള ഗംഗ ഡോൾഫിൻ 2009. ഗംഗ മാത്രം ചോദിച്ചാൽ 2008. ദേശീയ പൈതൃക മൃഗമായിട്ടുള്ള ആനയുണ്ട്, അത് 2010. ഇത് ഇത്ര ഓർക്കുമല്ലോ, ഓർക്കണം. പിന്നെ ബംഗാൾ വിഭജനം. ഓക്കെ, ബംഗാൾ വിഭജനം, അതായത് ബംഗാൾ വിഭജനം ഉണ്ടായപ്പം കുറെ ആൾക്കാർക്ക് അങ്ങോട്ട് പോകേണ്ട വന്നു, ഇങ്ങോട്ടും പോകേണ്ട വന്നു. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ പ്രാഗി അത് ചെയ്തവനെ, ബംഗാൾ വിഭജിച്ചവനെ പ്രാഗി, ബംഗാൾ വിഭജിച്ചവനെ പ്രാഗി. പ്രാഗിന്റെ ഇംഗ്ലീഷ് എന്താ? കേഴ്സ്. അത് കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം കേഴ്സൺ പ്രഭുവാണ്. നോക്കണം, ബംഗാൾ വിഭജനം കേഴ്സൺ പ്രഭുവാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ തന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, TDT പ്രൊഡക്ഷൻ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരാളൊരു സംഭവം എഴുതിയില്ലേ? ഓർമ്മയുണ്ടോ? ഓക്കെ, സൈലന്റ് സ്പ്രിങ്. ഓക്കെ, സൈലന്റ് സ്പ്രിങ്, സൈലന്റ് സ്പ്രിങ് ഇമ്പോർട്ടന്റ് ആ, റിപ്പീറ്റഡ് ആണ്. സൈലന്റ് സ്പ്രിങ്, സൈലന്റ് ആയിട്ട് പ്രാഗി, കേഴ്സ്, റേച്ചൽ കേഴ്സൺ ആണ് അത്. ഓക്കെ, റേച്ചൽ കേഴ്സൺ. ഞാൻ ഈ എഴുതിയത് നാളെ എനിക്കും വായിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്കും വായിക്കാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ് എഴുതുമ്പോൾ നിങ്ങൾക്ക് വിഷ്വലി ഒരു കണക്ഷൻ കിട്ടും, അതുകൊണ്ട് അങ്ങ് എഴുതിയതാണ്. ഇനി റിപ്പൺ പ്രഭുവിനെ നോക്കിക്കേ, ജനകീയനായ വൈസ്രോയ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ജനകീയനായ വൈസ്രോയ് ആണ് റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബില്ലുമായി ബന്ധപ്പെട്ട ആളാണ് റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ വെള്ളക്കാരെ ഇന്ത്യക്കാർക്കും വിചാരണ ചെയ്യാൻ പറ്റും, ആ ഒരു നിയമമാണ് ഇൽബർട്ട് ബിൽ. ഇന്ത്യൻ ജഡ്ജിമാർക്ക് കേട്ടോ, അതാണ് ഇൽബർട്ട് ബിൽ. അത് കൊണ്ടുവന്നത് റിപ്പൺ പ്രഭു, അതുകൊണ്ട് അദ്ദേഹം പുറത്തായി. ഓക്കെ, അപ്പൊ റിപ്പൺ പ്രഭു എന്ന് പറയുമ്പോൾ ജനകീയ വൈസ്രോയ് ആണെന്ന് മറക്കരുത്. ഓക്കെ, കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടതാണെന്ന് മറക്കരുത്. ഓക്കെ, ആരാണ് അതിർത്തി ഗാന്ധി? ഫ്രോണ്ടിയർ ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണെന്ന് ഓർത്തോണം. ബാലഗംഗാധര തിലക്, ബാലൻ വന്ന് പറയും അല്ലേ, കസേറയെന്ന് മാറ്. ഇദ്ദേഹത്തിന്റെ പത്രങ്ങളാണ്. കസേറ എന്ന് പറയുമ്പോൾ കേസരി, മാറെന്ന് പറയുന്നത് മറാത്ത. ഓക്കെ, കസേറയെന്ന് മാറുന്ന ബാലന്മാരൊന്നും നമ്മുടെ അടുത്ത് പറയത്തില്ല, അതും കണക്ട് ചെയ്താണ്. ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ് കേസരി, മറാത്ത. ഓക്കെ, സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഞാൻ ഇന്നലെ തെറ്റി, മുഹമ്മദ് ഖാൻ എന്ന് വായിച്ചത്, തെറ്റിയത് നല്ലപോലെ ഓർത്തിരിക്കുമല്ലോ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചില്ലേ 1875? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതാ നമ്മൾ പറഞ്ഞത്. ഈ 1875 സ്ഥാപിച്ച വേറെ രണ്ടെണ്ണം കൂടെ പറഞ്ഞുതരാം, കാരണം സർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഗഡ് സർവകലാശാല സ്ഥാപിച്ചത് നമ്മൾ പഠിച്ചല്ലോ. 1875 വേറെ ആര്യ സമാജ്, ആര്യ സമാജവും ഉണ്ട്, തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ട്, തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ട്. അന്ന് ഞാനിത് പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് തന്നൊരു കോൾ ഉണ്ട്, അവരുടെ അടിച്ചു മാറ്റി ഞാൻ പറയാൻ പോവാണ്. 1875 അലിയും ആര്യയും തീയിൽ ചാടിയെന്ന് ഒരു കോഡ് പറഞ്ഞു. അലിയും, അലിഗഡ് സർവകലാശാല, ആര്യ, ആര്യ സമാജ്, അലിയും ആര്യയും തീയിൽ ചാടി, അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. അത് മൂന്നെണ്ണം കൂടെ 1875 നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. അത് ആരുടെ കാലത്താണ്? ഏത് വൈസ്രോയ? ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. ഈ ഡൽഹൌസി പ്രഭുവാണ് ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? നീലദർപ്പൺ രചിച്ചത് ആരാ? ദീനബന്ധു മിത്രയാണ്. ഓക്കെ അല്ലെ? ഇനി രവീന്ദ്രനാഥ ടാഗോറിന്റെ മെയിൻ ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ് ഘോര. ഘോര രചിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, അത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഓർത്തോണം. അതേപോലെ ഗീതാഞ്ജലി, ഗീതാഞ്ജലി ആരുടെയാന്ന് ചോദിക്കും, അത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഓർത്ത് വെച്ചോണേ കേട്ടോ. പിന്നെ മോട്ടിലാൽ നെഹ്റു, നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ്? 1928. ഇപ്പൊ ഇത്രയും പഠിക്കാവോ? എന്റെ ഫേവറേറ്റ് ചന്ദ്രബോസ് ഇവിടെ കിടപ്പുണ്ട്, അത് നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡെപ്തി പറഞ്ഞുതരാം. അടുത്തത് പൂർണ്ണ സ്വരാജ്യം അല്ലെ? പൂർണ്ണ സ്വരാജ്യം എന്നുള്ള ആശയം നടപ്പിലാക്കി കോൺഗ്രസ് സമ്മേളനം ഏതാ? ലാഹോർ സമ്മേളനമാണ് അല്ലെ? 1929 നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ.
200 തവണ കൂടുതൽ PSC ചോദിച്ചിട്ടുണ്ടെന്ന് ഇത് പറഞ്ഞ ഒരു കുഴപ്പമില്ല, അത്രയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പൂർണ്ണ സ്വരാജ്യം എന്ന് പറഞ്ഞത് ലാഹോറിലാണ്, നെഹ്റു ആണ് ആ സമയത്ത് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. ഓർത്തു വെച്ചോളൂല്ലോ. ഓക്കെ. പിന്നെ 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം എവിടാണ്? നാനാ ഭാഗത്തും കണ്ണുകൾ എന്നുള്ളത് സ്റ്റുഡൻസ് തന്ന കോഡാണ്. നാനാ ഭാഗത്തും കണ്ണുകൾ എന്ന് ഓർത്താൽ മതി. നാനാ ഭാഗത്തും കണ്ണുകളാണ് അല്ലെ അയൽവാസികൾക്ക്. നിങ്ങളും ഒരു അയൽവാസിയാ, അപ്പം കുറ്റം പറയുമ്പോൾ വിരൽ തിരിച്ചു ചൂണ്ടുമെന്ന് ഓർത്തോണേ. അപ്പം നാനാ സാഹിബ്, നാനാ ഭാഗത്തും കണ്ണുകൾ, നാനാ സാഹിബ് കാൺപൂർ, നാനാ സാഹിബ് കാൺപൂർ. 1857 റിവോൾട്ടില് ഇതേപോലെ പ്രിലിംസ് ചോദിച്ച അടുത്തൊരു ചോദ്യം എന്താ? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് വന്നതാ. 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൽ പാണ്ഡെ അല്ലെ. ഇനി നാനാ സാഹിബ് എവിടെ നേതൃത്വം കൊടുത്തത്? കാൺപൂർ. ലക്നൌവിലാണെങ്കിലോ ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം നൽകിയത് അല്ലെ. മീരറ്റിലാണ് 1857 കലാപം സ്റ്റാർട്ട് ചെയ്തത്. റിപ്പീറ്റഡ് ചോദ്യം. ഇനി ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹദൂർ ഷാ സഫറും അല്ലെങ്കിൽ ഭക്ത് ഖാനും ആണ്. റിപ്പീറ്റഡ് ആണ്, ഭക്ത് ഖാനും ആണ് നേതൃത്വം നൽകിയതെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ. ഈ ഡൽഹിയിലെ കലാപം അടിച്ചമർത്തിയത് ആരാന്ന് ചോദിച്ചാൽ ജോൺ നിക്കോൾസൺ ആണ്. അതും ഇമ്പോർട്ടന്റ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ഈ ജോൺ നിക്കോൾസണെയാണ്. ഇനി ദത്തവകാശ നിരോധന നിയമം ഇപ്പോഴേ പഠിച്ചോണം. 1848 അത് വന്നത്. ഡൽഹൌസി പ്രഭുവ കൊണ്ടുവന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഡൽഹൌസി പ്രഭു. ഇതേപോലെ ഡൽഹൌസി പ്രഭുവിന്റെ നമ്മൾ വേറെ എന്താ പറയാ, റെയിൽവേ ഓർമ്മയുണ്ട്, കുറച്ചും പറഞ്ഞില്ല. 1853 റെയിൽവേ വന്നു. ആ സമയത്ത് ആരാ? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ഓക്കെ. ഇനി ലിട്ടണോ? ലിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ആൾക്കാർക്ക് വെറുത്ത ഒരു വൈസ്രോയി ആണ് ലിട്ടൺ പ്രഭു. എന്താ കാര്യം? വെർനാക്കുലർ പ്രസ് ആക്ട്, പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭുവാണ് കൊണ്ടുവന്നത്. അതേപോലെ ആംസ് ആക്ടും വെർനാക്കുലർ പ്രസ് ആക്ടും ലിട്ടൺ പ്രഭുവാണ് കൊണ്ടുവന്നത്. അതിലെ ഈ വെർനാക്കുലർ പ്രസ് ആക്ട് ഒക്കെ മാറ്റിയത് ആരായിരുന്നു? റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭുവാണ് ജനകീയ വൈസ്രോയി. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു. ഇത് ഇത്ര ഓർത്തു വെച്ചോളൂല്ലോ. ഓക്കെ, ശരി. ഇവിടുത്തേത് കഴിഞ്ഞല്ലോ. ഇനി വില്യം ബെന്റിക് ആണെങ്കിലോ സതി നിരോധിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ്. വില്യം ബെന്റിക് ആണെങ്കിൽ സതി നിരോധിച്ചു. ഓക്കെ. വെല്ലസ്ലി ആണെങ്കിലോ സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. 1798 സബ്സിഡറി അലയൻസ്, വെല്ലസ്ലി പ്രഭു. ഇത് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓവർലോഡ് ആണെന്ന് വിചാരിക്കല്ലേ. നമുക്ക് ചോദിക്കും, ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരായിരുന്നു? ശ്രീരംഗപട്ടണം ഉടമ്പടിയില് ടിപ്പു സുൽത്താൻ ആണ് അല്ലെ. ഓക്കെ. അതായത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധം തോറ്റു, അപ്പൊ ഒപ്പുവെച്ചത് ടിപ്പു സുൽത്താൻ ആണ്. എന്റെ വർഷം കമന്റ് ചെയ്യണേ, മറന്നുപോയി ഞാൻ. അപ്പൊ പഴശ്ശിരാജ വന്നു. ഒന്നാം പഴശ്ശി കലാപം എപ്പോഴാ? 1793 മുതൽ 97 വരെ തെറ്റായ നികുതി നയമായിരുന്നു കാരണം. രണ്ടാം പഴശ്ശി കലാപം എപ്പോഴാ? 1800 മുതൽ 1805 വരെ. ആർത്തർ വെല്ലസ്ലി ആയിരുന്നു പട്ടാള മേധാവി പഴശ്ശിരാജയെ തോൽപ്പിച്ചത്. ആ സമയത്തെ തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാബെ ബാബർ കേട്ടോ. നാനാ സാഹിബ് നാനാ ഭാഗത്തും കണ്ണാണ്. കാൺപൂര് നേതൃത്വം നൽകി 1857 യുദ്ധത്തിന്. ഓക്കെ അല്ലേ. സിറാജുദ്ദൗള എന്ന് പറയുമ്പം ബാറ്റിൽ ഓഫ് പ്ലാസി 1757 യുദ്ധമാണ്. ബാറ്റിൽ ഓഫ് പ്ലാസി അത് ചോദിക്കും PSC കേട്ടോ. ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് ബുക്സാറും PSC ചോദിക്കും. 1764 ബുക്സാറും കേട്ടോ. പഠിച്ചോണേ. അടുത്ത ക്ലാസ്സുകൾ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ തറവാവും. ഞാൻ ഇനിയും പിന്നെ അത് പറയണ്ടല്ലോ. ഇപ്പോഴേ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണേ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാ? തിരുനെൽവേലിയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെ? ആമുഖത്തെയാണ്. ഈ ആമുഖത്തിന്റെ ശില്പി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നെഹ്റു ആണ്. ഈ ആമുഖം ഭേദഗതി ചെയ്തത് ഏതിലാ? 42ാം ഭേദഗതിയിലാണ്. ആമുഖം കടമെടുത്തത് എവിടെ നിന്നാ? USA നിന്നാണ് അല്ലെ. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏർണസ്റ്റ് ബേക്കർ ആണ്. ഓക്കെ, ഏർണസ്റ്റ് ബേക്കർ. ഇനി മൗലിക അവകാശം പാർട്ട് 3 പട്ടേലാണ് ഇതിന്റെ മെയിൻ ആള്. ഇതും നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? US ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ശരി. തുടക്കത്തിൽ 7 മൗലിക അവകാശമുണ്ട്, നിലവിൽ 6 ഉള്ളൂ. ഇനിയും ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ 368 ആർട്ടിക്കിൾ. ഇത്രയും റെഡി അല്ലേ? അപ്പോഴേ നമ്മുടെ കമന്റ് സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടും കുറെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാൻ പറയാൻ പോവാ.
എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് പ്രധാനപ്പെട്ടതാണ്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ക്ലാസ് എടുത്ത് പോവല്ല. 28ാമത്തെ തീയതി തുടങ്ങുന്നവർക്ക് വേണ്ടി കുറെ ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, അതിലൊരു മാരത്തോണും ചെയ്തു തരാം, അപ്പൊ അത് പേടിക്കണ്ട. പിന്നെ LDC മെയിൻസ് കഴിഞ്ഞവർ കുറെ പേര് ഡെസ്പിലാണെന്ന് പറഞ്ഞു. നിങ്ങൾ മെയിൻസ് പ്രിപ്പയർ ആയവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇത്ര ആയെന്ന് വെച്ചു, ഓക്കെ, ഇത്രയും വളർന്നിട്ടുള്ളായിരുന്നെന്നും വെച്ചു. നിങ്ങൾ ഇപ്പൊ ഗീവ് അപ്പ് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആ അവസരം കിട്ടുമത് ഇവിടെ ഉള്ളവർക്ക്. അതുകൊണ്ട് നിങ്ങൾ മാറിക്കൊടുത്ത് ബാക്കിയുള്ളവർക്ക് കയറ്റി വിടുവാണ്. ആ സന്മനസ് ഉണ്ടോ? എന്നിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യും അതും ആലോചിക്കണം. അതുകൊണ്ട് മാറിക്കൊടുക്കണ്ട, വിട്ടുകൊടുക്കരുത്. ഇതുപോലത്തെ പ്രതിസന്ധികൾ അങ്ങോട്ട് തരണം ചെയ്യണം. നിങ്ങൾക്ക് മാത്രമല്ല പ്രതിസന്ധി, എല്ലാ മനുഷ്യർക്കുണ്ട്. ഉറുമ്പിനുണ്ട്, കുഞ്ഞിനുണ്ട്, പ്രായമായവർക്കുണ്ട്, ഇപ്പൊ നമുക്കുണ്ട്, ആനയ്ക്കുണ്ട്, എല്ലാത്തിനും ഉണ്ട് പ്രതിസന്ധികൾ, എല്ലാവർക്കും ഉണ്ട്. അത് തരണം നമ്മൾ ചെയ്യണം കേട്ടോ. അതേപോലെ ഇതുപോലത്തെ ഒരു റെസ്പെക്റ്റഡ് പോസ്റ്റിലോട്ടാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. റെസ്പെക്റ്റഡ് പോസ്റ്റ് ആണ്, സ്റ്റേബിൾ ആണ്, റെപ്യൂട്ടഡ് ആണ്. അപ്പം പോകുമ്പോഴേ ഇതുപോലത്തെ കുറച്ച് പ്രതിസന്ധികൾ അതിന്റെ ആവശ്യമാണ് നമ്മളെ മോൾഡപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി. നിങ്ങൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസുകളിൽ ചെല്ലുമ്പം അവിടെ അടുത്ത പ്രഷർ വരും, അതും ഇതുപോലത്തെ ഒരു ഭാഗമാണ് കേട്ടല്ലോ. അത്ര ഓർത്താൽ മതി. പിന്നെ ക്ലാസ് കാണുമ്പോൾ കുറെ ആശ്വാസം കിട്ടുമെന്ന് പറയുന്നു, ഒത്തിരി സന്തോഷമുണ്ട്, ആശ്വാസം കിട്ടിയിട്ട്. ഇനി കറക്റ്റായിട്ട് ക്ലാസ് ഒന്ന് ഇടാവോ എന്ന് ചോദിക്കുന്നു. അത് നല്ല രീതിയിലേ ഞാൻ എടുക്കുന്നുള്ളൂ. അത് കറക്റ്റായിട്ട് തന്നെ ഇനി ക്ലാസ് ഇട്ട് തരാം, 10th പ്രിലിംസുകാർക്ക് വേണ്ടി പ്രത്യേകിച്ച്. ഡെയിലി ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഡെയിലി പറ്റിയ ഞാനത് ഇടാം. പക്ഷെ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നുള്ളതിന് കമന്റ് എനിക്ക് കാണണം, അല്ലെങ്കിൽ ഞാനത് ഒരു ആത്മാർത്ഥത കുറയും. ഇപ്പൊ നേരത്തെ തുടങ്ങി തന്നെ കമന്റ് സെക്ഷൻ കണ്ടിട്ടാണ്. പിന്നെ ആദ്യമായിട്ട് ക്ലാസ്സിലുള്ളവരുണ്ടെങ്കിൽ പറയണേ, പരിചയപ്പെടുത്തി കമന്റ് ചെയ്യണം താഴെ. നിങ്ങൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ക്ലാസ് ആണ്, എന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ ഉള്ളവരുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ക്യൂസ് ഡെയിലി 10:30 ക്യൂസ് ഉണ്ട്, ടെലിഗ്രാം ചാനലിലാണ് ഉള്ളത്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 10:30 അപ്പൊ നിങ്ങൾ പോയ ഡെയിലി ലൈവ് ആയിട്ട് ക്യൂസ് ചെയ്യാം. അത് തെറ്റി എന്നുള്ളതൊന്നും നോക്കണ്ട, നിങ്ങൾ അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡെയിലി 10:30 സ്റ്റുഡൻസ് ആയിട്ട് തന്നെ നടത്തുന്നതാണ്, സൂപ്പർ ആയിട്ട് പോകും കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങളുമേ. പിന്നെ നമ്മുടെ ഈ സീരീസിന് ഒരു പേരും, സീരീസിന്റെ പേരുകൾ സജസ്റ്റ് ചെയ്തതൊക്കെ വായിച്ച് ഞാൻ കുറെ നേരം ഇരുന്ന് ഞാനും വീട്ടുകാരും ഒക്കെ ഇരുന്ന് ചിരിച്ചു. കുറെ അടിപൊളി പേരുണ്ട്. ഓക്കെ, അപ്പം അടുത്ത് നമ്മൾ കേരളത്തിലെ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? എത്ര? 11 എണ്ണമാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു, കബനി, ഭവാനി, പാമ്പാറ്. 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, അല്ലേ? അതായിരുന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടവർക്ക് ചിലവർക്ക് ഒരു ഡൗട്ട് വന്നു, ലൂണി റിവർ വെസ്റ്റ് ഫ്ലോയിങ് അല്ലേന്ന്. ആ ചോദ്യത്തിന്റെ അകത്ത് ചോദിച്ചത് എന്താ പറയാ, വെസ്റ്റ് ഫ്ലോയിങ് അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതെന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കണേ, ലൂണി റിവർ പതിക്കുന്നില്ല, അതൊരു മരുഭൂമി പോയി അപ്രതീക്ഷിതമാവുകയാണ് കേട്ടോ. ശരി, അപ്പൊ അടുത്തത് പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ഏത് ജില്ലയിലാണ്? അത് ഇടുക്കിയാണ്. പെരിയാർ കടുവ സങ്കേതം ഏത് വർഷമാണ്? 1978. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് കേരളത്തിലെ എത്ര മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്? 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എത്ര എണ്ണം ഉള്ളത്? 5 എണ്ണം ഉള്ളത്. ഇരവികുളം, പിന്നെ സൈലന്റ് വാലി, എന്താ പറയാ, ആനമുടി ശോല, മത്തികെട്ടാൻ ശോല, പാമ്പാടി ശോല. അതിലെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് പാമ്പാടി ശോലയാണ്, മറക്കല്ല്. ഇത് 2003 പാമ്പാടി ശോല വന്നത്. മത്തികെട്ടാൻ ശോലയും 2003, ആനമുടി ശോലയും 2003. സൈലന്റ് വാലിയുടെ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1984 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി. എന്നാൽ 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനവും ചെയ്തു. ഓക്കെ അല്ലേ? 1975 വന്യജീവി സങ്കേതമായിട്ട് ഇരവികുളത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 78 ദേശീയോദ്യാനമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പിലോട്ട് വാ. ഇതിന്റെ PDF ഇടും, ക്വിസുകളും ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് എപ്പോഴാണ് എടുത്തത്, അത് ഇതൊക്കെ ബഹളം ഉണ്ടാക്കാൻ പറ്റിയത് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിലെ ബഹളം കാരണം പെട്ടെന്ന് യൂട്യൂബിൽ ക്ലാസ് ഇടുന്നത് കേട്ടോ. ബഹളം ഉണ്ടാക്കാൻ കയറിക്കോ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? അപ്പം ഏതാ? മാട്ടുപ്പെട്ടിയാണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, മാട്ടുപ്പെട്ടിയാണ് ഇമ്പോർട്ടന്റ്. അതേപോലെ കഴിഞ്ഞ ക്ലാസ് ചോദിച്ചു ഓർമ്മയുണ്ട്, ബാണാസുര സാഗർ അണക്കെട്ട് എവിടെയാണ്? വയനാട്. അതും പഠിച്ചോണം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷമാണ്? കൊച്ചി മെട്രോ ഏത് വർഷം? 2017. ഏറ്റവും വലിയ മെട്രോ ശൃംഖല എവിടെയായിരുന്നു? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, ഡൽഹിയാണ് അല്ലെ. കൊച്ചി മെട്രോ ആണ് 2017. കൊച്ചി മെട്രോ 2017. കൊച്ചി മെട്രോ 2017. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കായിക താരം ആരാണ്? വത്സമ്മയാണ്. ഇത് ഈ സ്പോർട്സ് ഭാഗത്തു നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പത്മശ്രീ പുരസ്കാരം മലയാളി കായിക താരം വത്സമ്മയാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരിശീലനം സൗജന്യമാണ് അല്ലെ, പരിശീലനമാണ്, പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പരിശീലനം. അപ്പം ഒന്ന് നിങ്ങൾ നോക്കിക്കേ, തീരത്താണുള്ളത് അല്ലെ, വിദ്യയാണ് കൊടുക്കുന്നത്, വിദ്യാതീരം.
ഇതും റിപ്പീറ്റഡ് ആണ്. അപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പരിശീലനം നൽകുന്നു, വിദ്യാധീരമാണെന്ന് ഓർത്തു വെച്ചോണം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ ആണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യം കിട്ടിയോ? ഇനി അടുത്തത് ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി. ഇപ്പോഴത്തെ എന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തോണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? വീണ ജോർജ്. അതേപോലെ നിങ്ങൾ ഈ മന്ത്രിസഭകൾ പഠിച്ചിട്ടേ പോകാവൂ, ഒരു ചോദ്യം വരും, പ്രിലിംസിന് അത് വരും കേട്ടോ. ഇത് സമത്വ സമാജം 1836 സ്ഥാപിതമായി. വൈകുണ്ഠസ്വാമിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പൊ വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, സമത്വ സമാജം 1836. വാഗ്ഭടാനന്ദന്റേത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രീതി ഭോജനം. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. പന്തി ഭോജനം തൈക്കാടയ്യ. VT ഭട്ടതിരിപ്പാടിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ട്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടാണ്. ഇദ്ദേഹം പരിഷ്കാരം നടത്തിയത് ഏത് സമുദായത്തിൽപ്പെട്ടവരെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. അതേതാ? നമ്പൂതിരി സമുദായമാണെന്ന് ഓർത്തു വെച്ചോണം. ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ. അടുത്തത് തിരുവിതാംകൂറിലെ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. ഒരു കാര്യം ഓർത്തെ, നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഒരു അടിമയെ മേടിക്കണമെങ്കിൽ പണ്ട് 1 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നേ. 1 ലക്ഷം. ഇനി നോക്ക്, റാണി ഗൗരി ലക്ഷ്മിഭായ് കേട്ടോ, റാണി ഗൗരി ലക്ഷ്മിഭായ്. അപ്പൊ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ്. ഇനി 1865 പണ്ടാരപ്പാട്ട കേട്ടോ, ഭണ്ഡാരാന്ന് എഴുതുവാണ്, ഭണ്ഡാരപ്പാട്ട വിളംബരം. ഓക്കെ, അത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഇത്രയും പഠിച്ചു വെക്കാവോ ഇവിടുന്ന് തന്നെ. കല്ലുമാല സമരം 1915 കല്ലുമാല സമരം. ഊരൂട്ടമ്പല ലഹള, കല്ലുമാല സമരം, പിന്നെ 90-ാം ആണ്ട് ലഹള, ഇതൊക്കെ 1915 അയ്യങ്കാളിയാണ് നേതൃത്വം നൽകിയത് കേട്ടോ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര ഏത് വർഷമാണ്? 1893. അയ്യങ്കാളി എന്താ പറയാ, താഴ്ജാതിപ്പെട്ടവർക്ക് വേണ്ടി സ്കൂള് കേട്ടോ, ഒരു പള്ളിക്കൂടം നിർമ്മിച്ചു. അത് ഏത് വർഷമാണ്? PSC ചോദിച്ചിട്ടുണ്ട്. 1905. അത് ഓർത്ത് വെച്ചോണെ, പള്ളിക്കൂടമാണ് അത് കേട്ടോ, സ്കൂള്. അത് 1905. എന്നാൽ റിപ്പീറ്റഡ് ആണ് കല്ലുമാല സമരം, പെരിനാട് ലഹള, ഊരുട്ടമ്പൽ ലഹള 1915 അയ്യങ്കാളി നേതൃത്വം നൽകി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടോ? ഏതിന്റെ സ്ഥാപകനായിരുന്നു? സ്വദേശാഭിമാനി. അതേപോലെ അൽ ഇസ്ലാം ഇദ്ദേഹത്തിൻ്റെതാണ്. അൽ ഇസ്ലാം ഇദ്ദേഹത്തിന്റെ അറബി മലയാള മാസികയാണ്. അതേപോലെ മുസ്ലിമും ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ് കേട്ടോ. ഓക്കെ, പിന്നെ കുമാരഗുരു ആരാ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. 1909 അടിലഹള ഇദ്ദേഹത്തിന്റെയാണ്. അടിലഹള ഇദ്ദേഹത്തിൻ്റെതാണ്. ഇരവി പെരൂരാണ് ആസ്ഥാനം. ഇത്രയും ഇമ്പോർട്ടന്റ്. പൊയ്യൽ ലോഹനൻ, പൊയ്യൽ അപ്പച്ചൻ എന്നറിയപ്പെടും. ഇനി ജാതിക്കുമ്മി പണ്ഡിത് കറുപ്പൻ എഴുതിയിട്ടുള്ളതാണ്. എന്തൊക്കെയുണ്ട്? അരയ സമാജം ഇദ്ദേഹത്തിൻ്റെതാ, റിപ്പീറ്റഡ് ചോദ്യം. ഓക്കെ, പിന്നെ കല്യാണദായനി സഭ, ബാലസമുദായ പരിഷ്കാരണി സഭ, കൊച്ചി കായൽ സമ്മേളനം പണ്ഡിത് കറുപ്പനാണ്. ജാതിക്കുമ്മിയും പണ്ഡിത് കറുപ്പനാണ്. ഇത് ഇത്രയും റിപ്പീറ്റഡാ, മറക്കല്ലേ. ഓക്കെ, ഇനി തോൽവിറക് സമരം 1946 PSC എപ്പോഴും ചോദിക്കുന്നത്. തോൽവിറക് സമരം കാർത്യായനി അമ്മയാണ്. ഇത് നടന്നത് എവിടെയാ? കാസർഗോഡാണ് കേട്ടോ. തോൽവിറക് സമരം 1946 കാർത്യായനി അമ്മയാണ് നേതൃത്വം നൽകിയത്. അതും PYQ കാസർഗോഡാണെന്ന് ഓർത്തു വെച്ചോണം. കുണ്ടറ വിളംബരം ആരായിരുന്നു? വേലുത്തമ്പി ദളവ 1909. അടുത്ത കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം 1930 K. കേളപ്പനായിരുന്നു നേതൃത്വം നൽകിയത്. അന്ന് 32 പേരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാലും, പിന്നെ പയ്യന്നൂര് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാലും അത് K. കേളപ്പന്. ഇനി പ്രധാനമായിട്ട് എവിടെയാ? പയ്യന്നൂരാണ് കേട്ടോ. ഇതേപോലെ ഈ സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ടിട്ട് പാലക്കാട് ഈ സിവിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് TR കൃഷ്ണസ്വാമി അയ്യർ. ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് പറഞ്ഞത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് പറഞ്ഞത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചാന്നാർ ലഹള ഏത് വർഷം? 1857 ഓർത്ത് വെച്ചോണം. ചാന്നാർ 59 ചാന്നാർ ലഹള 1859 വൈകുണ്ഠസ്വാമികള് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷം റിപ്പീറ്റഡ് ആണ്, 100 തവണ കൊണ്ട് ചോദിച്ചാൽ 1936 നവംബർ 12. ഇത് ഇത്രയൊക്കെ പഠിച്ചിട്ട് പോകുമ്പോഴാണ് 10th പ്രിലിംസ് പാസ്സാകുന്നത് കേട്ടോ. ഇങ്ങനെ 6-7 ക്ലാസ് കിട്ടിയാൽ തന്നെ ഏറ്റവും മിനിമം 40 മാർക്ക് കിട്ടാമേ കേട്ടോ. ഇനി നിവർത്തന പ്രക്ഷോഭമുണ്ട്, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന് പറയും. ഇത് PSC ചോദിക്കുന്നത് എന്താ അറിയാം? കേരള PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാന്ന് ചോദിക്കും. PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത് C. കേശവൻ നേതൃത്വം നൽകിയിട്ടുള്ള ഈ നിവർത്തന പ്രക്ഷോഭമാണ് 1932. വൈക്കം സത്യാഗ്രഹവും 1924 TK മാധവനുമാണ്.
ഇത്ര ഓക്കെ ആണല്ലോ. അടുത്തത് ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ ഒന്നാമത് നമ്മൾ എഴുതിക്കണം 1942. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ നടന്നത് 1942 ഓഗസ്റ്റ് 8 ആണ്. പക്ഷെ ക്വിറ്റ് ഇന്ത്യ ഡേ PS ചോദിച്ച് നമുക്ക് എഴുതേണ്ടത് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമര നായക റിപ്പീറ്റഡ് അല്ലേ, അരുണ ആസിഫ് അലി. ഓർത്തു വെച്ചോളൂല്ലോ അല്ലെ. ഈ വിജയലക്ഷ്മി പണ്ഡിത് ആരാ, നെഹ്റുവിന്റെ സിസ്റ്റർ ആണെന്ന് ഓർത്തോണം. അക്കാമ ചെറിയാൻ PSCയുടെ ഫേവറേറ്റ്. 2022 23 ഇഷ്ടമല്ല ഇഷ്ടം പോലെ ചോദ്യം ചോദിച്ചു. അക്കാമ ചെറിയാന്റെ ആത്മകഥ 1114 കഥ. ഓക്കെ, 1114 കഥ. ശരി, കാഞ്ഞിരപ്പള്ളിയിലാണ് ജനനം. പിന്നെ രാജധാനി മാർച്ച്, രാജധാനി മാർച്ച് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാനാണ്. ഓക്കെ, ദേശസേവിക സംഘം റിപ്പീറ്റഡ് ആണ്, ദേശസേവിക സംഘം. ഇത് രണ്ടും 1938 നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാനാണ്, മറക്കരുത്. സരോജിനി നായിഡു INCയുടെ പ്രസിഡന്റ് ആയത് 1925. ഓക്കെ, ഇത് ഇത്രയും വായിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണേ. കേരള ഗാന്ധി K കേളപ്പൻ. എവിടെ നേതൃത്വം നൽകിയത്, പയ്യന്നൂരിലായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അല്ലെ. പാലക്കാട് TR കൃഷ്ണസ്വാമി അയ്യർ, അത് ഓർത്തു വെച്ചോണം. TK മാധവൻ 1924 എന്തായിരുന്നു, വൈക്കം സത്യാഗ്രഹം. AKGയുടെ നമ്മൾ എന്താ പറഞ്ഞത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. മന്നത്ത് പത്മനാഭന്റെ എന്തൊക്കെ പറയാം, ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ സെക്രട്ടറി ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ പ്രസിഡന്റ് ആരാ, K കേളപ്പൻ ആയിരുന്നു. ഓക്കെ അല്ലേ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യും, മുതുകുളം പ്രസംഗം ആരാ നടത്തിയത്, വർഷവും ഇമ്പോർട്ടന്റ് ആണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് ആകെയുള്ള പല്ലുകൾ 32 പല്ല് അടിച്ചിളക്കും എന്നല്ലേ സാധാരണ പറയാറുള്ളത്, അത് ഓർത്താൽ മതി. അടുത്തത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കിട്ടുന്നത് ഏതാ, വൈറ്റമിൻ D ആണ് കേട്ടോ. ഓക്കെ, സൂര്യപ്രകാശത്ത് പോകാതെ D കറുത്തു പോവും. ഇനി നിങ്ങൾ മറക്കത്തില്ലല്ലോ, പ്രശ്നമാകരുത്, ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ഈ വൈറ്റമിനുമായി ബന്ധപ്പെട്ട് PSC കുറെ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ, അത് ഇവിടെ നിന്നാ വരുന്നത്. ഇതിന്റെ പേര് ചോദിക്കും, കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിലും കൊണ്ടുവരാം, അതൊന്നും പേടിക്കണ്ട. എന്തോ വൈറ്റമിൻ A റെറ്റിനോൾ, B1 തയബിൻ, റൈബോഫ്ലവിൻ, നിയാസിൻ. പിന്നെ പ്രധാനപ്പെട്ട എന്താ, വൈറ്റമിൻ C അസ്കോർബിക് ആസിഡ്, E ടോക്കോഫെറോൾ. ഇത് ഒരു ക്ലാസ്സിൽ നിന്നും ഇപ്പോഴും കിട്ടണമെന്നില്ല, നമ്മൾ ഒരു 4 ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങൾ പഠിക്കും, അങ്ങനെയുള്ളത് കേട്ടോ. അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാമെങ്കിൽ നമുക്ക് കണ്ടു പഠിക്കാം. അപ്പൊ വൈറ്റമിൻ A റെറ്റിനോൾ, തൈമിൻ, റൈബോഫ്ലവിൻ, നിയാസിൻ, B1 B2 B3. ഇതിൽ റൈബോഫ്ലവിൻ റിപ്പീറ്റഡ് ചോദ്യമാണ്, നിയാസിൻ റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. ശരി, അപ്പൊ അടുത്തത് COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്, ഏതാ, വൈറസ് ആണ്. ബാക്ടീരിയയുടെ PSC വെച്ച് ഓർമ്മയുണ്ടോ, എലിപ്പനി, ഫ്ലാറ്റ് ഫീവർ ഇല്ലേ, എലിപ്പനി ഉണ്ട്. അതേപോലെ വേറെ ഇതുണ്ട്, ഡിഫ്തീരിയ ഉണ്ട്, റിപ്പീറ്റഡ് ചോദ്യമാണ്, ഓർത്ത് വെച്ചോളൂല്ലോ, റിപ്പീറ്റഡ് ആണ്. ഇനി വൈറ്റമിൻ A അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്, ഇത് SCRT വേണമെന്നുള്ളവർക്ക് ഇന്ന ഇതുണ്ട്. ഓക്കെ, നിശാന്തത, വൈറ്റമിൻ Aയുടെ കുറവ് കാരണം. വായ്പുണ്ണാണ് B. ഓക്കെ, C ആണ് സ്കർവി. സിയുടെ പേരെന്താ, അസ്കോർബിക് ആസിഡ്. A എന്തായിരുന്നു, റെറ്റിനോൾ അല്ലയോ, അത്രേ ഓർമ്മയുള്ളൂ എനിക്കും, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. A റെറ്റിനോൾ, B1 തൈവിൻ, B2 റൈബോഫ്ലവിൻ, B3 നിയാസിൻ. ഇങ്ങനെ പറഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ D ആണെങ്കിൽ കാണാം. ഇതൊത്ര ഓർത്ത് വെച്ചോളൂ. അയഡിൻ, ഗോയിറ്റർ റിപ്പീറ്റഡ് ആട്ടോ. SCRT-യിലത്തെ കൊണ്ടുവന്നേ, കുറച്ചു പേർക്ക് അത് ഇഷ്ടമാണ്. അതുകൊണ്ട് മനുഷ്യശരീരത്തില് അന്നപഥത്തിലെ ഏത് ഭാഗത്താണ് ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്, ചെറുകുടലിലാണ്. ചെറുകുടലിലെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, വിരലുകൾ പോലെയുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേര് എന്താന്ന് ചോദിക്കും, വില്ലീസ് ആണ്. അത് റിപ്പീറ്റഡ് ആണ്. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ഈ ചികിത്സാ സഹായത്തിന് പറയുന്നതാണ് താലോലം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗം ഉള്ളവർക്കാണ് താലോലം ഉള്ളത്. സുകൃതം റിപ്പീറ്റഡ് ചോദ്യമാണ്. ക്യാൻസറിനുള്ള ചികിത്സയ്ക്കുള്ള സ്കീമാണ് സുകൃതം എന്ന് ഓർത്ത് വെച്ചോണം. ഇനി മന്ദഹാസം, ചിരിക്കണേ, പല്ല് വേണ്ടേ, അപ്പം ടീത്ത് ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട പല്ല് വെച്ച് കൊടുക്കും പ്രായമായവർക്കൊക്കെ ഇല്ലേ, അതാണ് മന്ദഹാസം. സുകൃതം ക്യാൻസറുമായി ബന്ധപ്പെട്ട്. സമാശ്വാസമേ ഡയാലിസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കീമാണ് സമാശ്വാസം. ഓക്കെ, ഡയാലിസിസുമായി ബന്ധപ്പെട്ടുള്ള സ്കീമാണ് സമാശ്വാസം. ഓക്കെ, കിഡ്നി ഫെയിലിയർ ആയവർക്കൊക്കെ ഡയാലിസിസ് നടത്താൻ വേണ്ടി സഹായിക്കുന്ന സ്കീമാണ് സമാശ്വാസം. 1100 രൂപ ഒരു മാസത്തേക്ക് ഡയാലിസിസ് കൊടുക്കുന്നുണ്ട്. അപ്പം സമാശ്വാസം ഡയാലിസിസ്. താലോലം 18 വയസ്സ് താഴെയുള്ളവർക്കും. സുകൃതം ക്യാൻസർ, മന്ദഹാസം പല്ല് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ തക്കാളി നമ്മൾ പറഞ്ഞില്ലേ, അപ്ലൈ ചെയ്യാൻ അക്ഷയെ പോയി. അതുകൊണ്ട് നിങ്ങൾ കുറെ പേരിൽ ഇപ്പൊ അത് ഓർത്ത് കാണും. ഇങ്ങനെ ഉള്ളൂ, എല്ലാം കണക്ട് ചെയ്താൽ മതി. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ തക്കാളി, അക്ഷയയിൽ നമ്മൾ തക്കാളി എറിഞ്ഞു ഒരു മുക്തി കിട്ടാൻ വേണ്ടി അല്ലെ, അക്ഷയ മുക്തി
തക്കാളിയുടെ സങ്കരയിനമാണ്. ഓക്കെ, ഈ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ഇത് വായിച്ച് പഠിക്കണം. നോക്കിക്കോ. പാവല് പ്രിയങ്ക, റിപ്പീറ്റഡാ. പാവമ, കാരണം നമുക്ക് പ്രിയമാ ആള്, അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, പാവമ. അപ്പൊ പാവല് പ്രിയങ്ക. തക്കാളി നോക്കിക്കേ, മുക്തി അക്ഷയ. അക്ഷയ സെന്ററിൽ പോയി ഒരു തക്കാളി എടുത്തെറിയുമ്പോൾ ഒരു മുക്തി കിട്ടും എന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ വേറെ ഏതൊക്കെയാ? ഉജ്ജ്വല ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ റിപ്പീറ്റഡാ. പച്ചമുളക്, ജ്വലിക്കും. പച്ചമുളക് എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ ഓർത്താൽ മതി, ജ്വാലാമുഖി കേട്ടോ. ആ പിന്നെ അടുത്തത് നെല്ല്, പവിത്ര ഇസ്വ. പയറ് ലോല. ഇതൊന്ന് വായിച്ച് പഠിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ഇതുപോലത്തെ കണ്ടന്റ്സ് ഡെയിലി വരും, എങ്കിലും ഇപ്പൊ കൊണ്ടുവന്നതാണ്. ഇതിവിടെ എന്തിനാ തന്നേക്കുന്നത് അറിയാം, അടുത്ത ക്ലാസ്സിൽ പറയാൻ നേരം ഒരു ഇൻട്രോ കിട്ടാൻ വേണ്ടിയാ. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡുമാണ്. ഗവേഷണ കേന്ദ്രങ്ങളുടെ കണ്ടന്റ്സ് തരാം. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി. മണ്ണില്ലെങ്കിൽ പിന്നെ എന്തോത്തിലോ വളരാൻ അല്ലെ? അങ്ങനൊന്നും വിചാരിക്കേണ്ട. മണ്ണില്ലെങ്കിൽ വെള്ളത്തിൽ വളരും, അതിന് ഹൈഡ്രോഫോണിക്സ് എന്ന് പറയും. ഇനി മണ്ണില്ലെന്നുണ്ടെങ്കിൽ വായുവിൽ വളരും വേരുകൾ, ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അത് എയറോഫോണിക്സ് എന്നും പറയും. ഓക്കെ, അപ്പൊ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഇവിടെ ചോദിച്ചത് ഏത് പറയാം? ഹൈഡ്രോഫോണിക്സ് ആണ്. ഓക്കെ, എന്നാൽ ഫിസിക്കൾച്ചർ കണ്ടോ? ഇന്നലെ നമ്മൾ പറഞ്ഞേ മീനെ പീസ് പീസ് ആക്കും, സെറികൾച്ചർ ഒക്കെ പറഞ്ഞില്ലേ? അതൊന്ന് കണ്ടിട്ട് പോവാ, അപ്പൊ അത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, സെറികൾച്ചർ ഉണ്ട്, പട്ടുകൾ കൃഷിയാണ്. ഓക്കെ, ഇനി ഫിസിക്കൾച്ചർ ഉണ്ട്, മീൻ. വിറ്റിക്കൾച്ചർ ഉണ്ട്, ഗ്രേപ്സ് കേട്ടോ. പിന്നെ ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, പഴം, പച്ചക്കറികൾ. നിങ്ങൾ ഈ വേരുകൾ കണ്ടോ? ഇത് മണ്ണിലല്ല, ഇത് വെള്ളത്തിലാണ് വളരുന്നത്. അങ്ങനെയാണ് ഇത് ഏതാ? ഹൈഡ്രോഫോണിക്സ്. ഇതിന് എയറിലാണെങ്കിലോ എയറോഫോണിക്സ് അല്ലെ? നോക്കിക്കേ, ഹോർട്ടിക്കൾച്ചർ കണ്ടോ? പഴവും പച്ചക്കറികളൊക്കെ വരുന്നതാണ് ഹോർട്ടിക്കൾച്ചർ. ഇനി നമ്മൾ ക്യൂട്ടായിട്ടൊക്കെ പറഞ്ഞില്ലേ, ക്യൂണിക്കൾച്ചർ, മുയൽ വളർത്തുന്നത്. എന്നാൽ ഈ ഗ്രേപ്സിന്റെ എന്താ? ഹോർട്ടിക്കൾച്ചർ അല്ലെ? ഈ മീൻ വളർത്തുന്നതോ? ഫിസിക്കൾച്ചർ. ഇത് ഇത്രയും PSC-ക്കൊക്കെ ഇങ്ങനെ ഫിലിംസിൽ ഇങ്ങനെ ഓടി വരുന്നതാണ്, പഠിച്ചോണം. നോക്കിക്കോ, ജീവജാലങ്ങൾ തമ്മിലുള്ളതും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് എന്ത് പറയാം? എക്കോളജി എന്ന് പറയും അല്ലെ? സൈറ്റോളജി ആണെങ്കിൽ എന്താ? റിപ്പീറ്റഡ് ചോദ്യ, സെല്ലിനെ പറ്റിയുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. സുവോളജി ആണെങ്കിലോ മൃഗങ്ങള്. ഓക്കെ, ഇനി അടുത്തത് റെഡ് ഡേറ്റ ബുക്ക് കണ്ടിട്ടുണ്ടോ? എന്താ റെഡ് ഡേറ്റ ബുക്ക്? അതായത് എക്സ്റ്റെൻഡ് ആകാൻ ചാൻസ് ഉള്ള സ്പീഷീസും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ ലിസ്റ്റ് കൊടുത്തേക്കുന്നതാണ് റെഡ് ഡേറ്റ ബുക്ക് കേട്ടോ. റെഡ് ഡേറ്റ ബുക്ക് എന്താ? സ്പീഷീസിനെ പറ്റിയ. ഈ ഡോഡോ ഒക്കെ ഇല്ലേ നിങ്ങളുടെ, അല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും വളർത്തുന്നതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വഴിയില്ല, ഇല്ലല്ലോ. പിന്നെ എഴുന്നള്ളത്തിനൊക്കെ ആണെങ്കിലും നമ്മൾ അവിടെ ഇവിടെ പോയാലും മാമത്തിനെയും കണ്ടിട്ടില്ലല്ലോ, കാരണം അത് എക്സ്റ്റെൻഡ് ആയിപ്പോയി. അതൊക്കെ റെഡ് ഡേറ്റ ബുക്കിലാണ് കൊടുക്കുന്നത്, അതിനു വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഇത് കേട്ടോ. ശരി, അപ്പോ നമുക്ക് നോക്കാം. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് വിഭാഗത്തിനെയാണ്? വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. അതൊക്കെ അല്ലേ. ഇനി ആറ്റത്തിന്റെ സൗരയുധ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റൂദർ ഫോർഡ് ആണ്. ഓക്കെ, അപ്പം സോളാർ മോഡൽ കണ്ടെത്തിയത് ആരാണ്? റൂദർ ഫോർഡ് ആണ്. പ്ലം പുഡിംഗ് മോഡൽ, ഇവിടെ തൊട്ടടുത്ത് ഒരു തോംസൺ ബേക്കറി ഉണ്ട്, അവിടെ പ്ലം കേക്കും കിട്ടും. അങ്ങനെ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ പ്ലം കേക്ക്, തോംസൺ ബേക്കറി ഉണ്ട്. അപ്പം പ്ലം, തോംസൺ, ഇതൊക്കെ അല്ലേ. ശരി, പിന്നെ അതേപോലെ കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? പ്രിലിംസുകളിലെല്ലാം റിലേറ്റഡ് ആയി വരുന്നത്. കലാമിൻ ആണെങ്കിൽ ഏതാ? ഇവിടെ നോക്കിക്കേ, അലുമിനിയം ബോക്സൈറ്റ്. ഓക്കെ, ഹെമറ്റൈറ്റ് അയൺ, കോപ്പർ, കുപ്രൈറ്റ്, മാലക്കൈറ്റ്. ഇതാണ് ചോദിക്കുന്നത്. കോപ്പർ കയറ്റും മാലയിൽ അങ്ങ് ഓർത്താൽ മതി. മാലയിൽ കോപ്പർ കയറ്റിയിട്ടെ സ്വർണ്ണമാന്ന് പറഞ്ഞ് പരിപാടിയില്ലയോ? കോപ്പർ, മാലക്കൈറ്റ്. ഇനി സിങ്ക് ആണെങ്കിലോ? കലാമിൻ. സിങ്ക് കലാമിന്. ലെഡ് ആണെങ്കിൽ ഗലീന. ടിൻ ആണെങ്കിൽ കാസിറ്ററൈറ്റ്. സിൽവർ ആണെങ്കിൽ അർജന്റൈറ്റ്. ഇത് ഇത്രയും 5 ക്ലാസ് കൊണ്ട് നിങ്ങൾ പഠിച്ചോളും, ഇല്ലെങ്കിൽ ഇത് ഇപ്പോഴേ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നല്ലതാ, ചോദിക്കും കേട്ടോ. അപ്പൊ കലാമിൻ ആണെങ്കിലോ സിങ്ക്, കോപ്പർ ആണെങ്കിലോ മാലക്കൈറ്റ്, കോപ്പർ മാലയിൽ കയറ്റും. അലുമിനിയത്തിന്റെ അയിരാണെങ്കിലോ ബോക്സൈറ്റ്, ഇരുമ്പിന്റെ ആണെങ്കിലോ ഹെമറ്റൈറ്റ്. റിവൈസ് ചെയ്യുന്നുണ്ടേ, ഇങ്ങനെ പഠിച്ചു പോണേ. അടുത്തത് ചൂട് നൽകിയിട്ടുള്ളവയിൽ ഏക ആറ്റോമിക് തന്മാത്രയ്ക്ക് ഉദാഹരണം എന്താണ്? അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കും, ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പക്ഷെ ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അല്ലെ? എന്നാൽ ഇതിൽ സിംഗിൾ ആയിട്ടുള്ളത് E ആണ്, ഹീലിയം ആണ്. അതുകൊണ്ട് ഹീലിയം ആണ് ഉത്തരം. ഓക്കെ, ഇനി LPGയുടെ മുഖ്യ ഘടകം ഏതായിരിക്കും? LPGയിലെ മുഖ്യ ഘടകം, അതിൻ്റെ അകത്ത് ബ്യൂട്ടൈനും പ്രൊപ്പൈനും ഉണ്ട്. 70% ബ്യൂട്ടൈനും 30% പ്രൊപ്പൈനുമാണ്. അപ്പം ഇതിലെ മുഖ്യ ഘടകം എന്ന് ചോദിക്കുമ്പോൾ ബ്യൂട്ടൈൻ ആണ്. LPG ഗ്യാസ് ഉപയോഗിച്ച് വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോയി ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഉടനെ എന്ത് പറയും? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ കുക്ക് ചെയ്യുന്നതെന്ന് പറയത്തില്ലേ? LPG ഗ്യാസ് ഉപയോഗിച്ച് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഫ്ലാറ്റ് ആക്കും.
അപ്പം LPG ബ്യൂട്ടൈൻ ഓർത്ത് വെച്ചോണം. LPGക്ക് അകത്തുള്ളത് ബ്യൂട്ടൈൻ. എന്നാൽ മീത്തൈൻ ആണെങ്കിൽ എന്താ, നമ്മുടെ നാച്ചുറൽ ഗ്യാസ് കമ്പോസ്റ്റ് ഒക്കെ ഇല്ലേ, ഈ കമ്പോസ്റ്റിൽ നിന്നൊക്കെ വരുന്ന ബയോഗ്യാസിൽ നിന്നൊക്കെ വരത്തില്ലേ, അത് മീത്തൈൻ. നാച്ചുറൽ ഗ്യാസിലെ മീത്തൈൻ, നാച്ചുറൽ ഗ്യാസിലെ മീത്തൈനും കുക്കിംഗ് ഗ്യാസിലുള്ളത് ബ്യൂട്ടൈനുമാണ്. LPGയിലുള്ളത് ബ്യൂട്ടൈനുമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് 2022, 23, 24 എങ്ങാണ്ട് ചോദിച്ചൊരെണ്ണമാണ്. ഈ LPGയിലൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഓർഡർലെസ് ആണ്, മണം വരത്തില്ല. അപ്പം ലീക്കായ നമ്മൾ അറിയണ്ടേ, അതിനുവേണ്ടി ഒരു സംഭവം ആഡ് ചെയ്യും. എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്റെ അറിവിൽ ഈഥൈൽ മെർക്കാപ്റ്റൈൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളതൊന്ന് കമന്റ് ചെയ്യണം. എനിക്ക് നല്ല ഓർമ്മയില്ല, പക്ഷെ അത് ഇമ്പോർട്ടന്റ്, അത് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള ഈ ഗ്യാസുകൾക്കൊന്നും മണമില്ല, ഓർഡർലെസ് ആണ്. അതുകൊണ്ട് ഡേഞ്ചർ അല്ലേ, അത് സ്പ്രെഡ് ആയാൽ കത്തി പൊട്ടിത്തെറിക്കത്തില്ല. അതിനുവേണ്ടി ആഡ് ചെയ്തതിന്റെ പേരെന്താണ് കേട്ടോ. ഇനി ശബ്ദം അളക്കുന്നത് എന്താ, ബെല്ലടിക്കുമ്പോൾ ശബ്ദം കേൾക്കുമെന്ന് ഓർത്താൽ മതി, ഡെസിബെല്ലാണ്. ഫോഴ്സ് ന്യൂട്ടൺ, ഫോഴ്സ് ന്യൂട്ടൺ ആണ്. ഹെർട്സ് ആണെങ്കിലും ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലെ. മാസിന്റേതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്, മാസിന്റേതാണെങ്കിൽ കിലോഗ്രാം. ഓക്കെ അല്ലേ. ഊർജത്തിന്റെ യൂണിറ്റ് എന്താ, ഇത് നല്ല ഊർജം ഉണ്ടല്ലോ, ജോളിയാണോ എന്ന് ചോദിക്കത്തില്ലേ, ഇല്ല, അതാണ് ജൂള്. ഊർജം ജൂള്. ന്യൂട്ടൺ ആണെങ്കിൽ ഫോഴ്സ്, വാട്ട് ആണെങ്കിൽ പവർ. ഓ, വാട്ട് എ പവർഫുൾ ഷോട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഈ ക്രിക്കറ്റ് കാണുമ്പോൾ, വാട്ട് എ പവർഫുൾ. അപ്പൊ ഈ പവർ ഓർത്തണം. കിലോഗ്രാം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് മാസിന്റെ യൂണിറ്റ്, ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, അതൊന്നുകൂടെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2-3 ക്ലാസ് കൊണ്ട് അതങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പൊ താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരിക. നിങ്ങൾക്ക് എന്തൊക്കെ വേണോ എല്ലാം കമന്റ് ചെയ്തോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.